മാർഗം വിശുദ്ധ റമളാൻ നോമ്പെടുക്കുകയാണ്. നോമ്പ് ഒരു നന്മയുടെ വസന്തമാകട്ടെ. നമ്മളൊരു സംസ്കരണത്തിന് വിധേയമാവുകയാണ്. أيما داع دعا إلى هدى فاتبع فإن له مثل أجور من تبعه لا ينقص من أجورهم شيئا. ഹദീസ് പണ്ഡിതനായ അല്ലാമ ഇബ്നു മാജഹ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ സുനനിൽ വന്നിട്ടുള്ള ഹദീസാണത്. സ്വഹീഹായ ഹദീസ്. അയ്യുമാ ദാഇൻ ദആ ഇലാ ഹുദൻ ഫത്തുബിഅ. നിങ്ങളൊക്കെ വീട്ടിലെ മുതിർന്നവരോ പഠിച്ചവരോ വിദ്യാഭ്യാസമുള്ളവരോ അറിവുള്ളവരോ ആണ്. നമ്മുടെ വീടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മളെക്കാൾ അറിവ് കുറഞ്ഞവർക്ക്, ജ്ഞാനം കുറഞ്ഞവർക്ക്, ദീനിന്റെ വിവരം ഇല്ലാത്തവർക്ക് ദീനിന്റെ വിവരങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ സമയം കണ്ടെത്തുകയാണെങ്കിൽ, അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞത് അവരൊക്കെ അനുസരിക്കുകയോ അതനുസരിച്ച് നിസ്കാരം തുടങ്ങുകയോ ഖുർആൻ ഓതാൻ തുടങ്ങുകയോ നോമ്പെടുക്കാൻ ആരംഭിക്കുകയോ ചെയ്താൽ അവര് ചെയ്ത പ്രതിഫലവും പഠിപ്പിച്ച നിങ്ങൾക്ക് അല്ലാഹു നൽകും. ലാ യൻഖുസു മിൻ ഉജൂരിഹിം ഷൈആ. നിങ്ങൾ ആർക്കാണോ പഠിപ്പിച്ചു കൊടുത്തത് അവരുടെ പ്രതിഫലം ഒരൽപ്പം പോലും കുറയാതെ നിങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകും. അതുപോലത്തെ പ്രതിഫലം. നമ്മുടെ നന്മകൾ എങ്ങനെ ഡബിളാക്കാം എന്ന് ആലോചിക്കേണ്ട സമയമാണ് റമദാൻ. അതിലേറ്റവും ആദ്യം നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരല്ലേ, ഒരു ദുആ ഒതന്റിക് ആവണേ. ഈ യൂട്യൂബിൽ കാണുന്നതും ഓരോരുത്തർ വിളിച്ചു പറഞ്ഞതും ഇങ്ങനെ ഫോർവേഡ് ചെയ്യാൻ നിൽക്കണ്ട. അത് ഒതന്റിക് ആണോ, അത് ഉള്ളത് തന്നെയാണോ, അത് പണ്ഡിതന്മാർ അംഗീകരിച്ചതാണോ എന്നൊക്കെ ഒന്ന് അറിയണം. വളരെ റിലയബിൾ സോഴ്സുകളിൽ നിന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം. നിങ്ങൾക്ക് ബോധ്യമുള്ളൊരു നന്മയാണ്. ആ നന്മ നാലാൾ, ഒരു കുടുംബ ഫാമിലിയാണ്, അറിയിച്ചു കൊടുക്കാം. സ്വലാത്ത് ചൊല്ലല്ലേ, ഒരു സ്വലാത്ത് പഠിപ്പിച്ചു കൊടുത്തു, ഒരു ദിക്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആരൊക്കെ അത് ചൊല്ലുന്നുണ്ടോ അതിന്റെയൊക്കെ കൂലി നിങ്ങൾക്കും കിട്ടും. സുബ്ഹാനല്ലാഹ്. മനിസ്തസന്ന ഖൈറൻ ഫസ്തുന്ന ബിഹി കാന ലഹു അജ്റുഹു കാമില. നിങ്ങളുടെ വീടുകളിൽ ഒരു നല്ല ചര്യ നിങ്ങൾ കൊണ്ടുവന്നാൽ അത് ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഈ റമളാനിൽ നോമ്പ് തുറക്കാൻ, അത്താഴത്തിന്, ഇത് രണ്ടും മുസ്ലിം ലോകം ഒരുമിച്ച് എല്ലാ വീടുകളിലും നാടുകളിലും പള്ളിയിലാണെങ്കിലും ഒരുമിച്ച് ചെയ്യുന്നൊരു കാര്യമായിരിക്കും ഇത്. വളരെ വലിയൊരു യൂണിഫോമിറ്റി ഉണ്ട് അവിടെ. നോമ്പ് തുറക്കുകയാണെങ്കിൽ എല്ലാവരും ആ വാങ്കിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നൊരു സമയമുണ്ട് അല്ലേ. വാങ്കൊടുത്ത എല്ലാവരും നോമ്പ് നോറ്റവരൊക്കെ നോമ്പ് മുറിക്കുന്ന സമയമാണ്. അതിൻ്റെ ഇടയ്ക്ക് ചില നാടുകളിൽ ചിലത് കാണാറുണ്ട്. ഇവിടെ കയറാടിയിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പുറപ്പുറമൊക്കെ പല സംഘടനകളുടെ പള്ളികളുണ്ടാവും. അപ്പോൾ കുറച്ച് വളവന്മാർ ഒരു മിനിറ്റ് നേരത്തെ വാങ്ങിക്കൊടുക്കും. അവന് കുറച്ച് ഓഡിയൻസ് പോലെ ഇപ്പം പോരുമല്ലോ, വാങ്ങിക്കൊടുത്ത് തിന്നു. അതുവരെ സൂക്ഷ്മതയിൽ പോകും. റമളാനായാൽ അത്താഴത്തിന്റെ വാങ്ക് ഒരു മിനിറ്റ് വൈകി കൊടുക്കും, നോമ്പുറക്കണ ഒരു മിനിറ്റ് മുമ്പും കൊടുക്കും. എടാ നോമ്പൊറ്റല്ല, നോമ്പൊക്കെ ഫസാദാക്കുക. സൂക്ഷ്മത എപ്പോഴും നല്ലതല്ലേ. എന്തിനങ്ങനെ ഫസാദാക്കേണ്ട കാര്യം? ഒരു മിനിറ്റ്, ബാക്കി എല്ലാ വാങ്കും ഒരേ സമയത്ത് 5:35 അത്താഴ നേരത്തെ ഒരുത്തന്റെ വാങ്ക് 5:37. 2 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉള്ള കഴിക്കാം. നോമ്പ് തുറക്കണത് അങ്ങനെ. എല്ലാവരും 6:35 നോമ്പ് തുറക്കുമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരാൾ 6:34 വാങ്ങ് കൊടുക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മളൊരു വഹദത്തിന്റെ ഒരു ഒരുമ, ഈ ഉമ്മത്തിന്റെ ഒരുമ എന്ന് പറഞ്ഞ ഭയങ്കര അല്ലാഹുവിന്റെ റസൂലിന് അത് ഇഷ്ടമാണ്. അത് നശിപ്പിക്കരുത്. അത് നശിപ്പിക്കാൻ കുറെ ശൈത്താന്മാർ വരും. നശിപ്പിക്കാൻ വിടരുത്. നോമ്പ് തുറക്കുന്ന സമയത്തൊരു പ്രത്യേകതയുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാനാ വന്നത്. ആ നേരത്തൊരു ചര്യ നമ്മുടെ വീടുകളിൽ എല്ലാവരും ഒരുമിച്ച് നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു. വീട്ടിലെ പെണ്ണുങ്ങൾ മാഷാ അല്ലാഹ്, അവർക്ക് കിട്ടുന്ന കൂലി പറയാനില്ല. ആരൊക്കെ നോമ്പ് തുറക്കുന്നുണ്ടോ ആ വീട്ടിലെ വാപ്പാന്റെ നോമ്പിന്റെ കൂലി, ആ വീട്ടിലെ ഉമ്മാന്റെ നോമ്പിന്റെ കൂലി, കാക്കാന്റെ മക്കൾ നോമ്പോറ്റ കൂലി, ഇതൊക്കെ ഈ പത്തിരിയും കറി ഉണ്ടാക്കി പെണ്ണുങ്ങൾ കിട്ടില്ലേ. ആ വീട്ടിൽ ആരാണോ ഭക്ഷണം ഉണ്ടാക്കിയത് ഇവർക്ക് ഒരൊറ്റ നോമ്പിന് ഒരു 30 ആള് നോമ്പുറക്കാൻ വന്ന ഒരു മാസത്തെ നോമ്പിന്റെ കൂലി ഒന്നാം നോമ്പിന് പെണ്ണുങ്ങൾ കിട്ടും.
നീയാഴ്ചൻ്റെ ബാക്കി നോമ്പൊക്കെ കണ്ടിരിക്കണ്ടേ, കൂലിനെ പറ്റിയാ പറഞ്ഞ. നോമ്പ് തുറപ്പിച്ചു കൊടുത്താൽ, ഒരാൾക്ക് നോമ്പ് തുറക്കാൻ സമയം ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ ആ നോമ്പ് നോറ്റവന്റെ കൂലി ഈ ഭക്ഷണം ഉണ്ടാക്കിയ ആൾക്ക് കിട്ടുന്ന. പാവങ്ങളാണ് പെണ്ണുങ്ങൾ, അവരൊരുപാട് കഷ്ടപ്പെടും. നമ്മളൊക്കെ ചിലപ്പോൾ മൂലൊക്കെ പോയി കിടന്നുറങ്ങിയെന്ന് വരും. അവർക്ക് ഉറങ്ങാൻ പറ്റുമോ? നേരെ ആകുമ്പോൾ നോമ്പുറക്കുന്ന സാധനം ഉണ്ടാക്കണ്ടേ? അതിലൊക്കെ കുട്ടികൾ കരയും, അതിലൊക്കെ മദ്രസ ഉണ്ടാവും, മദ്രസ കൂട്ടില്ലേ, സ്കൂളുണ്ടാവും, വേറെ ഏതെങ്കിലും ക്ലാസ് ഉണ്ടാകും, മക്കളെ ഒരുക്കണം, പോകണം, ആളുകൾ വരുന്നു പോകുന്നു, അപ്പോഴേക്കൊരു കുട്ടി ഹോസ്പിറ്റലായിട്ടുണ്ട്. ഇതൊക്കെ നോക്കണ്ടേ? അവരോടൊക്കെ ഒന്ന് മയത്തിൽ പെരുമാറിക്കോളി, അള്ളാരുടെ അടുത്ത് കൂലി കിട്ടും. മനുഷ്യന്മാർക്ക് സന്തോഷം കൊടുക്കലാണ് ഈ ലോകത്തെ ഏറ്റവും ഖൈറായ അമലെന്ന് പഠിപ്പിച്ച നബിയാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തെ ഏറ്റവും അഫ്ളലുൽ അഅമാൽ, ഖൈറുൽ അഅമാലി ഇല അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാ? ഏറ്റവും ശ്രേഷ്ഠമായ അമൽ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. അല്ലാഹുക്ക് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ പടച്ചോന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്താണെന്നറിയോ? ഒരു മനുഷ്യന് സന്തോഷമുള്ള കാര്യം ചെയ്തു കൊടുക്കുക. അപ്പൊ അത് നമ്മുടെ വീട്ടുകാരാണ് ആ സന്തോഷം അനുഭവിക്കാൻ ഏറ്റവും അർഹതയുള്ളവർ. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം. ഈ വെറുപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ പണിയാണ്. അപ്പൊ നമ്മൾ പിന്നെ വേല പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത് വേല കേൾക്കാത്തവർക്ക് കിട്ടുന്ന കാര്യമാണ്. നമ്മൾ വേല കേൾക്കുകയും ദീനറിയുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങൾ വേണ്ടേ? നമ്മൾ കുഴപ്പക്കാരാവരുത്. കുഴപ്പങ്ങളെ പരിഹരിക്കാൻ, നല്ല നിലക്ക് പരിഹരിക്കാൻ കഴിയുന്നവരാവുക, അല്ലേ? അപ്പോ നോമ്പ് തുറക്കുന്ന സമയം ദുആക്ക് ഉത്തരമുള്ള നേരമാണ്. എത്ര പേർക്കറിയാം? ഇഫ്താർ നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു 10-15-20 മിനിറ്റ് സമയം, ആ സമയത്ത് ദുആ ചെയ്താൽ ദുആന് ഉത്തരമുണ്ട്. അങ്ങനെയാണെങ്കിൽ നോമ്പ് തുറക്കാൻ അത്യാവശ്യം വേണ്ട ഈത്തപ്പഴവും വെള്ളവും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. കുട്ടികളൊക്കെ എടുത്ത് കുടിച്ചോ, പാവങ്ങളല്ലേ, അവർ വൈകുന്നേരം വരെ നോമ്പെടുത്ത മക്കളാണെങ്കിൽ. അപ്പോ അതൊന്ന് റെഡിയായി കഴിഞ്ഞാൽ വീട്ടുകാർ ഒരുമിച്ചിരിക്കുക, ഒരു സൊഫായിട്ടിരിക്കുക. നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താഴെ ഇരുന്ന ഭക്ഷണം കഴിക്കൽ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ആ സുന്നത്ത് നമ്മുടെ നാടുകളിൽ ഒരുപാട് ഹയാത്താക്കിയ ഒരു മഹാനുണ്ടായിരുന്നു, മഹാനായ അത്തിപ്പറ്റ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. അള്ളാഹു മഹാന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരു വീട്ടിൽ വന്നാലും ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കൂല, താഴെ ഇരുന്ന് ഒരു വലിയ തളിക കൊണ്ടുവന്ന് ആ തളികയിൽ എല്ലാവരും ഒരുമിച്ച് കൈവച്ച് കഴിക്കണം. അതാണ് സുന്നത്ത്. മഹാനുകൾക്ക് അതാണ് ഇഷ്ടം. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അതാണെന്ന് പറയും. അത്തരം സുന്നത്തുകളൊക്കെ ഈ റമളാനിൽ നമുക്കങ്ങ് ഹയാത്താക്കിയാലോ? ഒന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞാട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുമിച്ചിരിക്കുക. ഒരു നോമ്പ് തുറക്കാൻ ഇനി 10 മിനിറ്റ് സമയമുള്ളൂ എന്ന് സങ്കല്പിക്കുക. വീട്ടുകാര് അങ്ങോട്ടും കാണാൻ പറ്റുന്ന ആൾക്കാരല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. ഒരുമിച്ചിരിക്കുന്നു, കുറച്ചു നേരം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മഗ്രിബിന്റെ സമയത്ത് ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാൻ. അത് മാത്രമല്ല, സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഏറ്റവും അവസാനമായി ഉദ്ധരിച്ച ഒരു ഹദീസും അത് തന്നെയാണ്. നാളെ ഖിയാമത്ത് നാളിൽ മനുഷ്യന്റെ കർമ്മങ്ങൾ തൂക്കുന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന അമൽ എന്ന് പറഞ്ഞത് ഈ ദിക്റാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. വേറൊരു റിവായത്തിൽ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നുകൂടെ വന്നിട്ട്, അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചങ്ങ് ചൊല്ലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അതങ്ങനെ ഒരു 10 മിനിറ്റ് മെല്ലെ അങ്ങ് ചൊല്ല്. ആ റാഹത്ത് ദ്വാരക്കണം. ദ്വാ ചെയ്യാ മൻ സഅലഹു ദിക്രി അൻ സുആലി. എന്നോട് അല്ലാഹു പറയാണ്, എന്നോട് ചോദിക്കേണ്ടതിന് പകരം എനിക്ക് വേണ്ടി ഒരാൾ ദിക്ർ ചൊല്ലിയാൽ അയാൾ ചോദിക്കാൻ കരുതിയതിനേക്കാളും ഖൈർ ചോദിക്കാതെ തന്നെ ഞാൻ അങ്ങോട്ട് കൊടുക്കും എന്ന് അല്ലാഹു ജല്ല ജലാലുഹു. ദ്വാരക്കാൻ പറ്റുമോ? ദ്വാരുന്നോളൂ. ഇല്ലേ? ആ ഒരു ദിക്റിലായി അവസാനത്തെ ഒരു 10 മിനിറ്റ് വേറെ സംസാരങ്ങളൊന്നുമില്ല, വേറെ വർത്തമാനങ്ങളൊന്നുമില്ല. വീട്ടുകാരെല്ലാവരും ആ ഒരു 10 മിനിറ്റ് സമയം കുടുംബത്തിന് വേണ്ടി, മുതിർന്ന ആളുകളുണ്ടെങ്കിൽ ദുആ ചെയ്യാം. മലയാളത്തിൽ ദ്വാരുന്നോളൂ, ഏത് ഭാഷയിലും ദ്വാരക്കാം. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. ലാ തഖ്തലിഫു അലൈഹിൽ അൽസുൻ. അല്ലാഹുവിന്റെ ഭാഷകൾ പ്രയാസമല്ല, മനുഷ്യർക്ക് പ്രയാസമായിരിക്കും, അല്ലേ? നിങ്ങളൊക്കെ ഇവിടെ തമിഴ് സംസാരിക്കാറുണ്ടെന്നാ കേട്ടത്. ശരിക്കും തമിഴറിയും സംസാരിക്കുക? ഇത് ഏകദേശം തമിഴ്നാടിന്റെ ബോർഡർ എത്തിയല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോ അള്ളാഹുവിന് ഏത് ഭാഷയിലും പടച്ചോന് പറയാം. നിസ്കാരത്തിൽ അറബിയെ പറ്റുള്ളൂ. നിസ്കാരത്തിന്റെ പുറത്ത് നമുക്ക് ഏത് ഭാഷയിലും അള്ളാഹുവിനോട് ചോദിക്കാം.
അപ്പൊ ആ ഒരു റമദാനിന്റെ ആ നോമ്പിന്റെ തൊട്ട് മുമ്പുള്ള ഇഫ്താറിന്റെ മുമ്പുള്ള 10 മിനിറ്റ് സമയം, ഒരു 15 മിനിറ്റ് മാക്സിമം നമ്മൾ ദിക്റിലും ദുആയിലുമായി ചെലവഴിക്കുന്നു. മാഷാ അല്ലാഹ്. അങ്ങനെ ഒരു ചര്യ നിങ്ങൾ ഈ വർഷം കൊണ്ടുവരുന്നു. ആരാണോ അതിന് ആ ഒരു നന്മയ്ക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, ആ ആൾക്ക് ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും ചെയ്യുന്ന നന്മയുടെ കൂലി കിട്ടും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. ഈ റമദാൻ നമുക്ക് ഇൻഷാ അല്ലാഹ് ശരിക്കൊന്ന് മുതലാക്കണം. കുറേ നന്മകൾ നമുക്ക് ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്നതാണ് പടച്ചതമ്പുരാന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകളിൽ മറ്റൊന്ന്. ലഅൻ അഖ്ഉദ മഅ ഖൗമിൻ യദ്കുറൂനല്ലാഹ തആല മിൻ സ്വലാത്തിൽ ഗദാതി ഹത്താ തത്ലുഅ അശംസ് അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തിക അർബഅതൻ മിൻ വൽദി ഇസ്മാഈൽ അലൈഹിസ്സലാം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅൻ അഖ്ഉദ മഅ ഖൗമിൻ യദ്കുറൂനല്ലാഹ തആല, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്ന ഒരു വിഭാഗം ആളുകളുടെ കൂടെ ഞാൻ പോയി ഇരിക്കുന്നത് എനിക്കിഷ്ടമാണ്. നബി തങ്ങൾ പറയുന്നു, മിൻ സ്വലാത്തിൽ ഗദാതി ഹത്താ തത്ലുഅ അശംസ്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം നടക്കുന്നത് വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്ർ ചൊല്ലിയിരിക്കുക. ഉറക്കെ ചൊല്ലണമെന്നില്ല, മെല്ലെ ചൊല്ലിയാൽ മതി. പക്ഷെ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ദിക്ർ, ഒരു വാട്സപ്പിൽ കളിക്കല്ല, അവർ ഫേസ്ബുക്ക് ഓണാക്കി എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കല്ല, അവർ ദിക്ർ ചൊല്ലുകയാണ്. അങ്ങനെ ഒരു ദിക്ർ ചൊല്ലുന്ന ഒരു കൂട്ടം ആളുകൾ, അത് പള്ളിയിലാകാം, വീട്ടിലാകാം, മദ്രസയിലാകാം, ഇവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ ഏകദേശം 1 മണിക്കൂർ സമയം ആ ഒരു നേരം ദിക്റിലായി ചെലവഴിക്കുന്ന ഒരു സമൂഹത്തിന്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. എന്തിനേക്കാൾന്നറിയോ? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ വരുന്ന 4 അടിമകളെ മോചനം ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം ദിക്ർ ചൊല്ലുന്നവരുടെ കൂടെ ഇരിക്കലാണ്. ഹബീബ് പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു, വലഅൻ അഖ്ഉദ മഅ ഖൗമിൻ യദ്കുറൂനല്ലാഹ മിൻ സ്വലാത്തിൽ അസ്രി ഇലാ അൻ തഗ്രിബ അശംസ് അഹബ്ബു ഇലയ്യ മിൻ അൻ നുഅ്തിഖ അർബഅ. അസ്ർ നിസ്കാരം കഴിഞ്ഞ് മഗ്രിബ് നിസ്കാരം വരെ, നോമ്പ് തുറക്കുന്ന സമയം മഗ്രിബ്, ആ മഗ്രിബ് വരേക്കും ദിക്ർ ചൊല്ലുന്ന ഒരു സമൂഹത്തിന്റെ കൂടെ പോയി ഇരിക്കലാണ് എനിക്കിഷ്ടം. 4 അടിമകളെ വില കൊടുത്ത് വാങ്ങിയിട്ട് അവരെ അള്ളാഹുവിന് വേണ്ടി അടിമമോചനം ചെയ്ത് സ്വതന്ത്രരായി വിടുന്നതിനേക്കാളും, അത് വലിയ അമലാണ്, അതിനേക്കാളും എനിക്കിഷ്ടം അസ്ർ മുതൽ മഗ്രിബ് വരെ അള്ളാഹുവിനെ ഓർത്തിരിക്കുന്നവരുടെ കൂടെ പോയി ഇരിക്കലാണ്. അതുകൊണ്ട് അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീടുകളിൽ പടച്ചവനെ കുറിച്ചുള്ള ദിക്റുകളും അദ്കാറുകളും റമളാനിൻ്റെതായ മജാലിസുകളും ഒക്കെ ആയിരിക്കട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, എഴുന്നേറ്റോളൂ, മഗ്ഫൂറൻ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് മലക്കുകൾ അവരോട് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ സദസ്സും അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. പരിപാടി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേ അല്ലാഹുവിന്റെ മലക്കുകൾ, നിങ്ങൾക്കൊക്കെ പൊറുക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളൊക്കെ ശുദ്ധരായിരിക്കുന്നു, തെറ്റുകളൊക്കെ അല്ലാഹു മാപ്പ് തന്നിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളോട് വിളിച്ചു പറയണം. മജ്തമഅ ഖൗമുൻ അലാ ദിക്രിൻ ഫതഫറഖൂ അൻഹു ഇല്ലാ ഖീല ലഹും ഖൂമൂ മഗ്ഫൂറൻ ലക്കും. അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു സദസ്സ്, അത് നിങ്ങളുടെ വീട്ടിലെ ഇഫ്താറിന്റെ മേശയായിരിക്കാം, നിങ്ങളുടെ പള്ളിയിലെ ഒരു ചെറിയ മജ്ലിസായിരിക്കാം, ഇതുപോലെ ഒരു വഅദിന്റെ പരിപാടിയായിരിക്കാം, ഒരു ദിക്റിന്റെ ഹൽഖയായിരിക്കാം, മജ്ലിസുൻ നൂറായിരിക്കാം, സ്വലാത്ത് മജ്ലിസായിരിക്കാം. നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ ഇല്ലാ ഖീല ലഹും, അവരോട് പറയപ്പെടും, അല്ലാഹുവിന്റെ മലക്കുകൾ പറയുമത്രേ, ഖൂമൂ മഗ്ഫൂറൻ ലക്കും, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റോളൂ എന്ന് അല്ലാഹു അവരോട് പറയും. അപ്പം നമ്മൾ അങ്ങനെ ദിക്റിലായി നമ്മുടെ വീട്ടുകാർ മുഴുവൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എൻ്റെ പെണ്ണുങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, റമളാൻ നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളും റെഡിയാവുക. ഒന്ന് വേഗം ഒതുവെടുത്ത്, വിയർപ്പൊക്കെ ഉണ്ടെങ്കിൽ വസ്ത്രമൊക്കെ ഒന്ന് മാറി ഒന്ന് വൃത്തിയായി ഒതുവെടുത്ത് നോമ്പ് തുറക്കാനുള്ള ആ ഒരു മജ്ലിസിൽ ഒരുമിച്ചിരിക്കുക. അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അത് റമളാനിൽ മാത്രമല്ല, റമളാൻ അല്ലെങ്കിലും, റമളാനാണെങ്കിൽ എത്ര വലിയ പവിത്രതയാണ്.
ലിസ്സായിമി ഫർഹതാൻ ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പുകാരൻ അല്ലാഹു രണ്ട് സന്തോഷം നൽകിയിരിക്കുന്നു, രണ്ട് ആനന്ദം നൽകിയിട്ടുണ്ട് ഈ ലോകത്ത്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. ആദ്യത്തെ ആ ഒരു ഈത്തപ്പഴം കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണം തൊണ്ടയിലേക്ക് എത്തുമ്പോൾ, ആദ്യത്തെ ഒരിറ്റ് വെള്ളം തൊണ്ടയിലേക്ക് എത്തുമ്പോഴുള്ളൊരു സന്തോഷം വലിയ സന്തോഷമല്ലേ? അല്ലേ? വീടി വലിക്കാർ മാത്രമേ അതിനല്ല എന്ന് പറയുള്ളൂ. ഞങ്ങൾക്കൊന്ന് കത്തിച്ച് ഊതല സന്തോഷം. ഈ നോമ്പോട് കൂടെങ്കിൽ ആ പരിപാടി നിർത്തിയില്ലെങ്കിൽ പിന്നെ ഈ ഓരോ കൊല്ലം 30 ദിവസം എന്തിനാ ഈ പരിചരണം? ഒരു റമളാനിലെങ്കിലും ഒരു ദുസ്വഭാവം നമുക്ക് ഒഴിവാക്കാൻ പറ്റണ്ടേ? അപ്പോൾ ദുസ്വഭാവമാണോ അതിന് വലിയ തെളിവുണ്ടോ എന്ന് ചോദിക്കും. അതിന് മഹാന്മാർ പറയുന്നതാണെന്നറിയോ? നാളെ അല്ലാഹു ഹസനാത്തും സയ്യിആത്തും വേർതിരിക്കും. ഖിയാമത്ത് നാളിലെ നല്ലതും ചീത്തയും വേർതിരിക്കും. അപ്പം ഈ ബീഡി വലി നന്മയുടെ കൂടെ പോകുമോ സയ്യിആത്തിൻ്റെ കൂടെ പോകുമോ? എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചോളിന്നാ. നിങ്ങൾക്ക് തോന്നുന്നു അത് വലിയ നല്ല കാര്യമല്ലേ തോന്നുന്നുണ്ടെങ്കിൽ വലിച്ചോളൂ. അല്ല, അത് ഇപ്പുറത്താണ് വരിക എന്ന് തോന്നുന്നുണ്ടോ? നിർത്തിക്കോളി. ഡോക്ടർമാർ പറഞ്ഞ് പേടിപ്പിച്ചാൽ നമ്മൾ നിൽക്കും, അപ്പം നിർത്തും. അല്ലാ നാളെ അടിച്ചു പോട്ടോ എന്ന് പറഞ്ഞാൽ ഇന്നത്തോടുകൂടെ വാപ്പ നിർത്തിയാക്കളാ, ഇനി വാപ്പ വലിക്കൂലട്ടോ. മൂല്യന്മാരെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അത് ഡോക്ടർമാരിന് അടിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ നടക്കാൻ തുടങ്ങും, റോട്ട് കൂടെ ഓടാൻ തുടങ്ങും, ഭക്ഷണം നിയന്ത്രിക്കാൻ തുടങ്ങും, വീഡിയോയിൽ നിർത്തും, ഒക്കെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. നമ്മുടെ റൂഹിനാണ് നമ്മൾ തരുന്നത്. റൂഹിനുള്ള ഭക്ഷണം, റൂഹിന് വേണ്ട നറിഷ്മെന്റാണ് ദീൻ തരിക. പക്ഷെ ഇത് ബോഡിക്ക് ആവശ്യമായതാണ്. ബോഡി ഉണ്ടെങ്കിലേ ദീൻ ഉണ്ടാവുള്ളൂ. ഇവ രണ്ടും നോക്കണം. ഒരു ദുശ്ശീലം ഈ റമളാൻ കൊണ്ട് ഒഴിവാക്കാൻ പറ്റണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. മനസ്സറിഞ്ഞ ആമീൻ പറഞ്ഞാൽ അള്ളാഹു ഇതിനെ സഹായിക്കും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ما جلس قوم يذكرون الله فيقومون حتى يقال لهم قوموا قد غفر الله لكم ذنوبكم وبدلت سيئاتكم حسنات. ദിക്ർ ചൊല്ലുന്ന ഒരു മജ്ലിസിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേ മലക്കുകൾ എഴുന്നേറ്റോളൂ, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടെ നമ്മൾ ചെയ്ത തിന്മകളൊക്കെ അള്ളാഹു നന്മകളാക്കി മാറ്റിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ നന്മകളാക്കി അള്ളാഹു കൺവേർട്ട് ചെയ്യുന്നു. ഇല്ല ബുദ്ദിലത് സയ്യിആതുകും ഹസനാത്ത്. യാ അല്ലാഹ്, അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ്. സൂറത്തുൽ ഫുർഖാനിൽ തൗബ ചെയ്ത് മടങ്ങുന്ന ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹു, നന്മ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങി വരുന്ന ആളുകൾ അല്ലാഹുവിലേക്ക് ഇല്ലല്ലദീന താബൂ, തൗബ ചെയ്ത് മടങ്ങുകയും അല്ലാഹുവിലേക്ക് നസൂഹായ തൗബ, പടച്ചവൻ പൊരുത്തപ്പെടുന്ന തൗബ ചെയ്യുക. ഇനി ഞാൻ തെറ്റിലേക്ക് പോകില്ല റബ്ബേ എന്ന് അല്ലാഹുവിന് വാക്ക് കൊടുത്ത് ഹൃദയം ശുദ്ധി വരുത്തിയ ആളുകൾ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ഒരു വിഭാഗത്തെ കുറിച്ച് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ തിന്മകളെ നമ്മൾ നന്മകളാക്കി മാറ്റിക്കൊടുക്കും എന്ന്. യാ അല്ലാഹ്, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅ. ഇനിയിപ്പോൾ നമുക്ക് 5 ദിവസമല്ലേ റമളാനിലേക്ക്? 5 ഉണ്ടോ? ഇല്ല, ബുധനാഴ്ച ആയിരിക്കും അല്ലേ? അപ്പോൾ നാളെ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, 4 ദിവസമുള്ളൂ അല്ലേ? ഒരു 5, അപ്പോൾ ഒരു 10 ദിവസം ഏറെ കിട്ടണം റമളാൻ അല്ലാതെ. അപ്പോൾ റമളാൻ ഒരു 30 കിട്ടുമെന്ന് വിചാരിക്കും, 29 അല്ലെങ്കിൽ 30. റമളാൻ്റെ മുമ്പുള്ള ഈ ഒരു 4 ദിവസം, റമളാൻ കഴിഞ്ഞിട്ട് നോമ്പ് 29 ആണെങ്കിൽ ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 6 ദിവസം, മൊത്തം ഒരു 40 ദിവസത്തെ ഒരു പാക്കേജ് പറയാൻ പോവാണ്. ഇന്ന് മുതൽ സുബഹി മുതൽ ആരംഭിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. വലിയൊരു സൗഭാഗ്യം കിട്ടും. റമളാൻ 30 ആണെങ്കിൽ നമുക്ക് 40 ദിവസം വേണം, ശേഷം ഒരു 10 ദിവസം കൂടെ. ഇപ്പം ഉള്ള ഈ 4 ദിവസം കൂട്ടിയിട്ട് പിന്നെ ഒരു 6 ദിവസം അപ്പുറത്ത് കൂട്ടിയിട്ട് റമളാനിലൊരു 30 ഉണ്ടെങ്കിൽ 40 ആയില്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാവാം. റമളാൻ കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം. من صلى لله 40 يوما في جماعة يدرك التكبيرة الأولى. പുരുഷന്മാരെ സംബന്ധിച്ചാണ്. പെണ്ണുങ്ങൾക്ക് അവരുടെ വീടുകളിൽ നിസ്കാരത്തിൻ്റെ ആദ്യ സമയം പെണ്ണുങ്ങൾക്ക് ഇമാമായിട്ട് അവിടെ നിന്ന് നിസ്കരിക്കാൻ പറ്റും. ഉമ്മ നിസ്കരിക്കുന്നു, ബാക്കിൽ മക്കളൊക്കെ ഉമൂമിങ്ങളായി നിസ്കരിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യാം.
മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅഹ് 40 ദിവസം ഒരാൾ അല്ലാഹുവിന് വേണ്ടി ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ യുദ്രികു തക്ബീറത്തുൽ ഊലാ ഒന്നാമത്തെ തക്ബീറത്ത് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലലാണ് തക്ബീർ. കൈപൊക്കൽ സുന്നത്താണ്. അല്ലാഹു അക്ബർ എന്ന് ഇമാം ആദ്യം ചൊല്ലുന്ന ആ തക്ബീർ ചൊല്ലുമ്പോൾ സഫിൽ ഇമാമിന്റെ കൂടെ നിങ്ങളുണ്ടെങ്കിൽ 40 ദിവസം കുതിബ ലഹു ബറാഅതാൻ 2 മോചനം അല്ലാഹു അവർക്ക് നൽകും. ബറാഅത്തും മിനന്നാർ വ ബറാഅത്തും മിനൻ നിഫാഖ്. ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനമാണ്, മറ്റൊന്ന് കപടവിശ്വാസത്തിൽ നിന്നുള്ള മോചനം. ആ മനുഷ്യന് കാപഢ്യം എന്ന സംഭവം ഉണ്ടാവില്ല, മുനാഫിഖിന്റെ സ്വഭാവങ്ങൾ ഉണ്ടാവില്ല. മറ്റൊന്ന് നരകം ആ മനുഷ്യനെ തൊടുകയില്ല. കാരണം 40 ദിവസം എന്ന് പറയുന്നത് അത് കൊണ്ടു നടക്കാൻ ശരിയായ മുഅ്മിനിനെ കഴിയുള്ളൂ. 40 ദിവസം കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരാൾ യഥാർത്ഥ ഈമാൻ ഉറച്ച ആളായിരിക്കും. അവർക്കത് കഴിയുള്ളൂ. ഈ ഒരു 40 ദിവസം സാധ്യമാക്കിയാൽ അവർക്ക് മുന്നോട്ടുള്ള ജീവിതം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. 40 ഇടക്ക് വിടാൻ പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് 40 ദിവസം 5 വക്ത് നിസ്കാരം ജമാഅത്തില്. ആ ജമാഅത്തോ ഒന്നാമത്തെ തക്ബീർ വാങ്ങ് കൊടുക്കുമ്പോൾ റെഡി ആവണം നിസ്കരിക്കാൻ. ഇമാമിന്റെ കൂടെ ഒന്നാമത്തെ തക്ബീറത്തു തഹരീം ആദ്യത്തെ തക്ബീറിന്റെ കൂടെ ഇമാമിന്റെ കൂടെ ഉണ്ടെങ്കിൽ 40 ദിവസം പൂർത്തിയാകുന്നതോടുകൂടെ കുതിബ ലഹു ബറാഅത്താൻ 2 ബറാഅത്ത് 2 മോചനം അല്ലാഹു നൽകും. ബറാഅത്ത് അല്ലാഹു നമുക്കതിന്റെ തൗഫീഖ് തരട്ടെ. ആർക്കാണിത് വേണ്ടാത്തത്? അല്ലാഹു തആല നരകമോചനം നൽകുകയാണെങ്കിൽ അതിലും വലിയ പ്രതിഫലം പിന്നെ എന്താണ് വേണ്ടത്? യാ അല്ലാഹ്, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്ന അദാബഹാ കാന ഗറാമാ إنها ساءت مستقرا ومقاما. سورة الفرقان. الله وعباد الرحمن الذين يمشون على الأرض هونا. സജ്ജനങ്ങളായ അല്ലാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ അവരുടെ സ്വഭാവ ഗുണങ്ങൾ പറഞ്ഞെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ. ഈ ദുആ എന്താ? ദുആന്റെ അർത്ഥം എന്നറിയോ? പടച്ചോനെ, ഞങ്ങൾ നരകത്തിൽ കടത്തരുതേ റബ്ബേ, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല റബ്ബേ, നരകത്തിൽ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല റബ്ബേ, അത് തീയാൻ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരാണ്. പിന്നെ പറഞ്ഞു, എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ നന്നാക്കി തരണേ എന്ന് ദുആ ചെയ്യുന്നവരും അല്ലാഹു ഇഷ്ടപ്പെട്ടവരാണ്. 2 ദുആയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ. ഒന്ന് അവസാനം പറഞ്ഞു, ഒന്ന് ആ ഇബാദുർ റഹ്മാൻ തുടക്കത്തിൽ പറഞ്ഞു. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മക്കളിലും കൺകുളിർമയെ തരേണമേ, സജ്ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റിയവരായി ഞങ്ങളെ മാറ്റിത്തരേണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ അല്ലാഹു ഇഷ്ടപ്പെട്ടവരാണ്. അല്ലാഹു 2 മോചനം തരാമെന്ന് വാഗ്ദത്തം ചെയ്തു. 40 ദിവസം നമ്മളെ കൊണ്ടത് പറ്റുമെങ്കിൽ. നല്ല പ്രയാസമുണ്ടോ ഇതിനൊക്കെ? ഏതായാലും 5 വക്ത് നിസ്കരിക്കൂലേ, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നില്ലേ? 40 ദിവസത്തെ ജമാഅത്ത് കൃത്യം. അതിൻ്റെ ഇടക്ക് വിട്ടുപോരുത്. ഒരു കാരണവശാലും അതിൻ്റെ ഇടക്കൊന്ന് വിട്ടുപോവാണെങ്കിൽ അടുത്തൊരു 40 വേറെ തുടങ്ങാം. അതൊരു ചെയ്ത് പരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ കൊണ്ട് അതാകുമോ എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? നമ്മളതിന് പറ്റുമോ എന്ന് ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ നല്ലതാണത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ റസൂൽ തങ്ങൾ പറയുമായിരുന്നു, ഇദാ തതഹറ റജുലു ثم مر الى المسجد, പുരുഷന്മാർ അവരുടെ വീടുകളിൽ നിന്ന് വുളു എടുക്കുകയും എന്നിട്ട് വീട്ടിലേക്ക് പള്ളിയിലേക്ക് നടന്നു വരികയും ചെയ്താൽ നിസ്കാരം ലക്ഷ്യമാക്കി വീട്ടിൽ നിന്ന് വരുന്നു.
പള്ളിയിൽ വരുന്നത് കച്ചറ ഉണ്ടാക്കാനല്ല, അല്ലേ? പള്ളിയിൽ വരുന്ന ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാനല്ല. പള്ളിയിൽ വരുന്ന അള്ളാന്റെ മുമ്പിൽ പോയി തലവെച്ച് സുജൂദ് ചെയ്യാനാണ്, നിസ്കരിക്കാനാണ്. മസ്ജിദിലേക്ക് വരുമ്പോൾ ആകെ ലക്ഷ്യം എൻ്റെ റബ്ബിന്റെ ഇബാദത്തിനുണ്ടാക്കിയ വീടാണത്, ഞാൻ അതിനാണ് പോകുന്നത്, ഇബാദത്തിനാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് ഉളു കൊടുത്തു പോയി. എത്ര വലിയ ഉപകാരം! എല്ലാവരും ഇങ്ങ് ചെയ്യണം. പള്ളിക്ക് വെള്ളത്തിന്റെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? കുറെ വെള്ളം സേവ് ചെയ്തൂടെ? ഇവിടെയൊക്കെ വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലമാണല്ലേ? ശരിയാണോ അത്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കുടിക്കുന്ന വെള്ളത്തിന് അങ്ങനെ ഉണ്ടോ? കുറേ ഡാമുകളുള്ള നാടാണ്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെടുക, എങ്ങനെ ഇപ്പോൾ വെള്ളത്തിന് കുഴപ്പം വരാം? മാഷാ അല്ലാഹ്. വെള്ളം പ്രിസർവ് ചെയ്യുക, വെള്ളം സൂക്ഷിക്കുക എന്നത് വലിയൊരു ഇബാദത്താണ്, അറിയോ? വെള്ളം വേസ്റ്റ് കളയും. ഒഴുകുന്ന ഒരു പുഴന്റെ അടുത്തുനിന്നാണ് നീ ഉളു എടുക്കുന്നതെങ്കിൽ പോലും ഉളു അമിതം ചെയ്യരുത്, മിതത്വം പാലിക്കണം. ഒഴുകുന്ന വെള്ളമല്ലേ, അതിപ്പോ ഒരു 10 പ്രാവശ്യം കഴുകിയ എന്താ കുഴപ്പം? പറ്റില്ല, 3 പ്രാവശ്യമേ കഴുകാവൂ. അതാണ് സുന്നത്ത്. 1 പ്രാവശ്യം കഴുകലാണ് ഫർള്. വെള്ളം വേസ്റ്റ് ആക്കരുത്. ഒഴുകുന്ന പുഴയാണ് നിന്റെ വീടിന്റെ മുമ്പിലൂടെ പോകുന്നതെങ്കിലും വെള്ളം വേസ്റ്റ് ആക്കരുത്. ഒരു പുഴ പോലും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അറിയോ? പുണ്യനബി ഒരു പുഴ കണ്ടിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കടലും കണ്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കുളങ്ങൾ, കിണറുകൾ കണ്ടിട്ടുണ്ട്, ചെറിയ അരുവികൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് നബി തങ്ങൾ വെള്ളത്തിന്റെ മഹത്വം പറഞ്ഞു, നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. വെള്ളം അല്ലാഹു നൽകുന്ന വലിയൊരു റഹ്മത്താണ്. എല്ലാവരും വീട്ടിൽ നിന്ന് ഉളു എടുത്ത് വരുന്നു. പള്ളികളൊക്കെ ടാപ്പുകളൊക്കെ നന്നായിട്ട് വെള്ളം ഒഴുകുന്ന ടാപ്പുകളാണെങ്കിൽ കമ്മിറ്റിക്കാരെ ദയവ് ചെയ്തിട്ട് വെള്ളം ഒന്ന് സ്പീഡ് കുറയുന്ന ഒരു ടാപ്പ് വെച്ചു കൊടുത്താൽ ഉളു എടുക്കുക. ആദ്യമൊക്കെ കുറച്ച് ദേഷ്യമൊക്കെ വരും, തുറക്കണമല്ലോ, ഇതെന്താ വെള്ളം, ഈ മറ്റേ ഹോസിട്ടിട്ട് ശീലമായി പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കിത് വെള്ളം കുറച്ച് വരുമ്പോൾ കുറച്ച് ഭ്രാന്തൊക്കെ തോന്നും. അത് 2 ദിവസം ഉണ്ടാവുള്ളൂ, സാരമില്ല. വെള്ളത്തിന്റെ സ്പീഡൊന്ന് കുറക്കുക. നമ്മൾ കറണ്ടില്ലേ, നമ്മൾ കറണ്ട് ബില്ല് കൊടുക്കുന്നില്ലേ, അത് വേസ്റ്റ് ആക്കലാണ്. ഒരു മുഖം കഴുകാൻ ഈ കോടാനുകോടി മനുഷ്യന്മാർ ഉളു കൊടുക്കുകയാണെങ്കിൽ 5 നേരം ഉളു കൊടുക്കുമ്പോൾ എത്ര വെള്ളം വേണം ഭൂമിയിൽ? ആവശ്യത്തിന് മിതത്വം പാലിക്കണം. ആവശ്യത്തിന് ഹൗലുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ്. ഇപ്പം ഹൗല് കുറവാണ്, എന്നാലും ചിലയിടത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ട്, ഹൗലുണ്ടോ? ഉണ്ട്, അൽഹംദുലില്ലാ. ഈ ഹൗല് ഉളു കൊടുക്കാനുള്ളത്, അത് ചളി കഴുകാനുള്ളതല്ല. ഹൗലിൽ വന്നിട്ട് മുഖത്തെ ചളിയും മൂക്കും അതും ഇതും കറന്നിട്ട് അങ്ങോട്ട് വൃത്തികേടാക്കിയിട്ട് സുബ്ഹാനല്ലാഹ്. ഹൗദ് ഉളു എടുക്കാനുള്ളതാ. കഴുകലും കറ കളയലും കരി കളയലും കാൽമത്തെ ചളി കൈമത്തെ ചളി അതൊക്കെ പുറത്തുനിന്ന് കളയണം. ഹൗദിലിട്ടിട്ട് കഴുകിയിട്ട് എന്ത് ചെയ്യരുത്? വൃത്തികേടാക്കരുത്, അത് ദുർഗന്ധം വരും. വെള്ളം ശുദ്ധമായിരിക്കണം. അള്ളാഹുവിന് ശുദ്ധി ഇഷ്ടമാണ്. നമ്മുടെ നാട് ശുദ്ധിയുള്ള നാടാവണം. നമ്മുടെ പള്ളിയുടെയോ മദ്രസയുടെയോ പരിസരങ്ങളിൽ മൂത്രപ്പുരയുടെ ഗന്ധം വരരുത്, ദുർഗന്ധം വരരുത്. എന്തേ? അത്ഹൂറു ശത്റുൽ ഈമാൻ. വൃത്തി എന്നത് ഈമാനിന്റെ പകുതിയാണ്. അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെ നമ്മൾ മൂത്രപ്പുരന്റെ മണം വെച്ചിട്ട് ഇങ്ങനെ നിസ്കരിക്കും? പള്ളിയിലൊക്കെ ഉണ്ടാവും ഒരു നേരത്തെ തക്ബീറിട്ട് മൂത്രപ്പുരന്നൊരു കാറ്റ് വരാൻ. പടച്ചോനെ, അങ്ങനെ ആവരുത്. നമ്മൾ വൃത്തിയുടെ ആളുകളാണ്. വൃത്തി വേണം. നമ്മുടെ ഹൗദൻകരയും നമ്മുടെ മുസല്ലയും നമ്മുടെ പള്ളിയും അത് മുക്രിക്കാന്റെ ജോലി മാത്രമല്ല, നമ്മളെല്ലാവരുടെയും ജോലിയാണ് പള്ളി വൃത്തിയായി കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ. അവിടുത്തെ ബാത്റൂമും അവിടുത്തെ മതാഹിർ, തങ്ങൾ പറഞ്ഞു അങ്ങനെയാ, പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞു വജഅലു അലൈഹൽ മതാഹിർ, അവിടെ നിങ്ങൾ ശുദ്ധി വരുത്താൻ പറ്റുന്നതൊക്കെ പറ്റുമെങ്കിൽ പള്ളിക്കുള്ളിൽ ബഹൂറുകൾ പുകപ്പിക്കണം എന്നാണ്. ബഹൂർ അറിയില്ലേ? അറബികളെ കത്തിക്കുന്ന സാധനം. അങ്ങനെ പറയാം, അത് അറബികൾക്ക് മാത്രം പറഞ്ഞല്ല, നമുക്കൊക്കെ പറ്റുന്നത്. പണ്ടൊക്കെ ആളുകൾ ദാരിദ്ര്യമുള്ള കാലമായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അള്ളാഹു ചെറിയ നിയമത്തൊക്കെ തന്നിട്ടില്ലേ? ഒരു ബഹൂറൊക്കെ വാങ്ങി പള്ളിയൊക്കെ ഒന്ന് നല്ല സുഗന്ധമാക്കാൻ എന്താ പ്രയാസം? അള്ളാഹുവിന് ഇഷ്ടമാണത്. റമളാന് വരുമ്പോൾ പള്ളികൾ അലങ്കൃതമാകുന്നത് വേസ്റ്റാക്കരുത്. പക്ഷേ പള്ളിയെ റമളാനിന് വേണ്ടി സ്വീകരിക്കാൻ ഒന്ന് മൊഞ്ചാക്കി വെക്കുക. ഹബീബാ നബി തങ്ങൾ മദീന പള്ളിയെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചപ്പോൾ പുണ്യ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും തങ്ങളത് കണ്ടുകൊണ്ട് ചിരിച്ചുവെന്നും അബൂ മൂസൽ അശ്അരി തങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയും. അതിൻ്റെ ഒരു അലയൊലിയോളം നമ്മുടെ നാടുകളിലൊക്കെ നനച്ചുകുളി എന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലേ? റമളാൻ വരുമ്പോൾ വീടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി, ഒന്ന് പെയിന്റ് അടിച്ച്, ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി, ഡ്രസ്സുകളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് എല്ലാം നടക്കി ഒതുക്കി റമളാനിനെ സ്വീകരിക്കാൻ. അത് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നത് ഹൃദയത്തിലെ തഖ്വയുടെ അടയാളമാണ്. പെണ്ണുങ്ങളെ അത് ചെയ്യുന്നത് നന്മയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ.